എത്തി കൂട്ടുകാരെ. കുറേ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. നിങ്ങൾക്കും ഈ സ്ഥലത്ത് വരാൻ ആഗ്രഹമുണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ പെരുമ്പളം പാലം. ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നടന്നില്ല. ഞങ്ങൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. അപ്പോൾ വേറെ പ്രോഗ്രാമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോയേക്കാമെന്ന് വിചാരിച്ച് പോയി. ഓ എന്ത് രസമാണ്! ഭയങ്കര നീളമുള്ള പാലമാണ്. അപ്പോൾ ഈ പാലത്തിന് നടുക്കുന്ന് കായലിലേക്കടിക്കുന്ന വ്യൂസ് അടിപൊളി. പാലത്തിന് നടുക്ക് നിൽക്കുമ്പോഴോ ആ കാറ്റിൽ വാ, നിങ്ങളും ഒന്ന് പോയി കാണണം കേട്ടോ. ഇതൊക്കെ കണ്ടോ? അതും കഴിഞ്ഞ് കൂടെ മുമ്പോട്ട് പോകുമ്പോഴേക്കും ഒരു ആർച്ചുണ്ട് അവിടെ. പാലത്തിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ആർച്ച് കെട്ടിയിട്ടുണ്ട്. ആ ആർച്ചിൻ്റെ നടുക്കൂടെ ഒന്ന് കയറി പോകണം ഗൈസ്. ഓ എന്ത് രസമാണെന്നറിയാമോ? അപ്പോൾ ഞങ്ങളങ്ങനെ പോയി ആർച്ച് കഴിഞ്ഞു. പിന്നെയും കുറേ നീളം കൂടി ഉണ്ട് പാലത്തിന്. അപ്പോൾ എന്തായാലും ഇതിനു മുമ്പേ ഓരോരുത്തർ പറഞ്ഞറിയാം ഇതിന് നല്ല നീളമുള്ള പാലമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്ന് പോയില്ല, വണ്ടിയെ തന്നെ പതിയെ പോയി തുടങ്ങി. അപ്പോൾ പാലം ആ ആർച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നോക്കിയപ്പോൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞപ്പോൾ കടകളൊക്കെ ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷെ കടകളൊക്കെ ഉണ്ട് അവിടെ. തുറന്നിട്ടില്ല, അധികമൊന്നും തുറന്നിട്ടില്ല. കുറേയൊക്കെ മനുഷ്യരുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. പാലം കാണാൻ വന്നവരും ഫോട്ടോ എടുക്കുന്നവരും ഒക്കെ കുറേ പേരുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും അറ്റം വരെ പോകാമെന്ന് വിചാരിച്ചതാ. ഞങ്ങൾ പാലത്തിൻ്റെ അറ്റത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പാലത്തിൻ്റെ അറ്റത്ത് ഇതാ കണ്ട ഐസ്ക്രീംകാർ, കടകൾ കണ്ടോ? അപ്പോൾ അങ്ങനെ കുറേ കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു ചായ കുടിക്കാമെന്ന് ബെനിച്ചൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോഴാണെടാ അടിപൊളി ഒരു കട, കുറേ പേര് കൂടി നിൽക്കുന്നു. അപ്പം നോക്കിയപ്പം കാന്താരി മുട്ട ബോർഡ് കണ്ടു. അപ്പം ഞാൻ നിർത്തി ബെനിച്ചൻ നോക്കി ഇവിടെ കയറാമെന്ന് പറഞ്ഞില്ല. അപ്പം അങ്ങനെ കാന്താരി മുട്ടക്കടയിൽ ഞങ്ങൾ കയറി. അവിടെ ശരിക്കും തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു 2-3 ടീമുണ്ടായിരുന്നു. ചെറിയൊരു തട്ടുകടയാണ്. അവിടെ ഒരു ചേട്ടനും ചേച്ചിയും ചായയും കാപ്പിയും മുട്ടയും ബജ്ജികളും, മുട്ട ബജ്ജി, കാ ബജ്ജി, പിന്നെയോ സ്പെഷ്യൽ കാന്താരി മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ നടുക്ക് കാന്താരിയും ഉള്ളിയും അങ്ങനെ അവരുടെ സീക്രട്ട് റെസിപ്പി എന്തൊക്കെയോ ചേർത്തിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് തരുന്ന മുട്ട. അമ്മേ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ സംഭവം. ഞാനും വാങ്ങിച്ചു 2 ബെന്നിച്ചന്. പക്ഷേ അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ബെന്നിച്ചൻ ഒരു പഴംപൊരിയാണ് വാങ്ങിയത്. അപ്പോൾ ഇതാ അവരുടെ തട്ടുകടയുടെ മുകളിലത്തെ വശമാണ് ഇത് കേട്ടോ. ആ നീല ഷീറ്റിൻ്റെ മുകളിൽ കൂടി പ്രകാശം വരുമ്പോഴുള്ള ഭംഗി കണ്ടോ? അത് കണ്ടപ്പോൾ അതിൻ്റെ മുകളിലൊരു ഓല ഇട്ടുണ്ട് അവർ. ഷീറ്റ് കാറ്റിൽ പൊങ്ങി പോകാതിരിക്കാനാണ് തോന്നുന്നത്. സൂപ്പർ അടിപൊളി. അവിടെ നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ വീണ്ടും തിരിച്ചു പോരുവാണ്. തിരിച്ചു പോന്നിട്ട് ആ പാലത്തിൻ്റെ അവിടെ നിന്നിട്ട് ഞങ്ങൾ ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ? ആ ഫുൾ വ്യൂ നോക്കിയാൽ നടുക്കൊരു പള്ളിയുണ്ട് അവിടെ. നല്ല രസമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും വ്യൂ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. അപ്പോൾ ആ ബെന്നിച്ച സൈഡിൽ നിൽക്കണ്ടായിരുന്നേ. അപ്പോൾ നോക്കിക്കേ ഫുൾ വ്യൂ ആണ്. ആ ആർച്ച് ഉൾപ്പെടെയുള്ള ഫുള്ള് ആ പാലത്തിൻ്റെ പുറകിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ടുള്ള ഫുൾ വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. നല്ല രസമാണ് അവിടെ നിന്ന് കാണാനായിട്ട്. നിങ്ങളും പോകണം കേട്ടോ, കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഈ പാലം ഒന്ന് പോയി കാണണം. കരിച്ചാൽ എത്രയോ നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് പൂവണിഞ്ഞത്. അവർ ഓരോ അവസരത്തിലും അസുഖമാകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഈ കായലിൽ കൂടി ബോട്ടിലും വള്ളത്തിലും മാത്രമാണ് അവർക്ക് ഹോസ്പിറ്റലിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം പോകുവാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഈ പാലം വന്നതോടുകൂടി അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി അല്ലേ? നമുക്കും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. എല്ലാവരും പോയി കാണണം കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ കൂട്ടുകാർ നിങ്ങളെല്ലാവരും പോയി കാണണേ. അവിടെ നിന്ന് പാർക്കിൻ്റെയൊക്കെ ചെയ്യാനാണെന്ന് തോന്നുന്നു. കുറേ വർക്കുകളുമൊക്കെ നടക്കുന്നുണ്ട്. ആ സൈഡിലായിട്ട്
പാർക്കൊക്കെ ഉണ്ടാക്കാനാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്തായാലും അവിടെ എത്തിയതല്ലേ, അപ്പോൾ ഞങ്ങൾ ആ സൈഡിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഒരു പയ്യനെ കണ്ടപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ എടുത്തു തരുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോയും എടുത്തു തന്നു. നോക്ക് എന്ത് രസമാണ്. ആ ആർച്ചിൻ്റെ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. അപ്പോൾ ആ വ്യൂ എല്ലാം കൂടെ കാണാൻ, കായലിൻ്റെ വ്യൂ എല്ലാം കൂടെ കാണാൻ നല്ല സൂപ്പറാണേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും പോണേ. എൻ്റെ ചാനലിൽ കാണാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ബൈ, ടാറ്റാ.